IFFKയുടെ കൂടുതൽ വിശേഷങ്ങളുമായി വിജിൻ പായന്തോട് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിജിൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കീർത്തി. വിജിൻ, ചലച്ചിത്രമേള അതിന്റെ അവസാന ദിവസത്തിലേക്കൊക്കെ എത്തുകയാണ്. എങ്ങനെയാണ് അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് മേള? തീർച്ചയായും കീർത്തി, ഇന്ന് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ 6ാം ദിവസമാണ്. നാളെയാണ് ചലച്ചിത്രമേള സമാപിക്കുക. എന്തായാലും ഈ 6ാം ദിവസം 66 ചിത്രങ്ങളാണ് ഓസ്കാർ നോമിനേഷനുള്ള സിനിമകൾ, അതുപോലെ തന്നെ മലയാള വിഭാഗത്തിലുള്ള സിനിമകൾ ഉൾപ്പെടെ 66 ചിത്രങ്ങളാണ് ഇന്ന് പ്രദർശനത്തിനെത്തുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ടാഗോർ തിയേറ്ററിലാണ്. ഇതാണ് ഇതിൻ്റെ മുഖ്യ വേദി. ഇവിടെയാണ് ഈ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 9 മണിക്കുള്ള ആദ്യ സിനിമ കാണാനായി ആളുകളൊക്കെ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും മാനവീയത്തിലേക്ക് മുമ്പൊക്കെ ഈ ടാഗോർ തിയേറ്ററിലായിരുന്നു സാംസ്കാരിക പരിപാടികൾ ഒക്കെ അരങ്ങേറിയിരുന്നെങ്കിൽ മാനവീയം വീതിയിലേക്ക് ആ സാംസ്കാരിക പരിപാടിയെല്ലാം മാറ്റിയതോടുകൂടി ഇവിടെ ഈ സിനിമ കാണാനായി എത്തുന്ന ആളുകളും മറ്റു ചിലരും മാത്രമാണ് ഇവിടെ ഉണ്ടാവുക. അതുകൊണ്ട് ആണ് വലിയ ആൾക്കൂട്ടം ഇവിടെ ഇപ്പോൾ കാണാൻ കഴിയാത്തത്. എന്തായാലും 7 ദിവസം നീണ്ടുനിന്ന അന്താരാഷ്ട്ര ചലച്ചിത്ര മേള നാളെ സമാപിക്കാനൊരുങ്ങുമ്പോൾ ഇന്നത്തോടുകൂടി മിക്ക സിനിമകളും പൂർത്തിയാകും. അതിൻ്റെ സമാപന സമ്മേളനവും ഒപ്പം തന്നെ രജത ചകോരം ഉൾപ്പെടെ നേടുന്ന സിനിമകളുടെ പ്രദർശനവും ഒക്കെയാവും നാളെ ഉണ്ടാവുക. ഈ മികച്ച സിനിമകൾ തിരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പ് ഉൾപ്പെടെ പ്രേക്ഷകർക്ക് വോട്ടെടുപ്പ് നടത്താനുള്ള ഇന്നലെ മുതൽ അത്തരത്തിലുള്ള വോട്ടിംഗ് ഉൾപ്പെടെ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് ഫാലിമി ഉൾപ്പെടെയുള്ള സിനിമകൾക്ക് ഇത്തരത്തിൽ രജത ചകോരം ഉൾപ്പെടെയുള്ള പ്രേക്ഷകരുടെ പിന്തുണയുള്ള സിനിമകളായി മാറുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ ഒറ്റാലിലൂടെയായിരുന്നു ആദ്യമായി ജയരാജൻ്റെ ഒറ്റാലിലൂടെയായിരുന്നു രജത ചകോരം മലയാള സിനിമയ്ക്ക് ലഭിച്ചിരുന്നത്. ഇത്തരത്തിൽ മലയാള സിനിമകൾ മാറ്റുരയ്ക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണുന്നത്. മലയാള സിനിമകൾക്ക് പ്രേക്ഷകർ വലിയ രീതിയിൽ തിങ്ങി നിറഞ്ഞ് കയറി വരുന്ന ഒരു സാഹചര്യവും കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെ കണ്ടു. ഒപ്പം തന്നെ ഈ മറ്റ് ഭാഷാ സിനിമകളും ഉൾപ്പെടെ പാലസ്തീൻ ഐക്യദാർഢ്യവുമായി ബന്ധപ്പെട്ട സിനിമകൾ, 11ഓളം വരുന്ന വനിതാ സംവിധായകരുടെ സിനിമകൾ ഉൾപ്പെടെ അത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു വിപുലമായ രീതിയിലാണ് IFFK മേള ഇത്രയും ദിവസം പിന്നിട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് IFFK കടക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് പല മികച്ച സിനിമകളും അവസാന പ്രദർശനം നടത്തുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഈ സിനിമാ പ്രദർശനം കാണാനായി എത്തും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഏറ്റവും അവസാന സ്ക്രീനിംഗ് ആണ് പല പ്രധാന സിനിമകളുടെയും, പ്രേക്ഷകർ ഏറ്റെടുത്ത സിനിമകളുടെയൊക്കെ അവസാന സ്ക്രീനിംഗ് ആണ് ഇന്ന് നടക്കാൻ പോകുന്നത്. നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാം. പ്രധാന വേദിയുടെ ഭാഗമായിട്ടുള്ള ഈ ദൃശ്യങ്ങളാണ് ഇതൊക്കെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങോട്ട് ആളുകൾ ഒഴുകിയെത്തും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവസാന ദിവസം സിനിമ കാണാനായി പാസ് നേരത്തെ തന്നെ എടുത്ത ആളുകൾ, ഒപ്പം തന്നെ ഈ ആഘോഷത്തിൽ പങ്കുചേരാനായി എത്തിയ ആളുകൾ ഉൾപ്പെടെ ഇന്ന് ഇവിടത്തേക്ക് എത്തിച്ചേരും. ഇന്ന് വലിയ തിരക്ക് ഈ IFFK വേദികളിലും ഒപ്പം തന്നെ സാംസ്കാരിക പരിപാടികൾ നടക്കുന്ന മാനവീയം വീതിയിൽ ഉൾപ്പെടെ ഉണ്ടാകും എന്നാണ് മനസ്സിലാകുന്നത്. അത്തരത്തിലുള്ള ഒരു പ്രതീക്ഷയിലാണ് ഈ സംഘാടകരും ഉള്ളത്. എന്തായാലും മികച്ച സിനിമകളും ഒപ്പം തന്നെ മികച്ച ആഘോഷവും സംഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഇത്തവണ 28ാമത് IFFK ഏറ്റവും വലിയ തരത്തിലുള്ള ഒരു വിശാലമായ ആഘോഷമാക്കി മാറ്റുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവർ, സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള സിനിമാസ്വാദകർ, ഒപ്പം തന്നെ സിനിമാ പ്രവർത്തകർ ഉൾപ്പെടെ എല്ലാവരും ഈ 7 ദിവസം വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ ഏറ്റെടുത്ത, ഒരുപക്ഷെ ഗോവൻ ചലച്ചിത്രമേള കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഇന്ത്യയിലെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചലച്ചിത്ര മേളയായി കേരളത്തിൽ നടത്തുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രമേള മാറുകയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇനിയുള്ള അടുത്ത IFFK ആയിട്ടുള്ള കാത്തിരിപ്പായിരിക്കും ഇന്ന് കഴിഞ്ഞാൽ ഉണ്ടാവുക. എന്തായാലും ഇന്നത്തോടെ സിനിമകളെല്ലാം ഏകദേശം പൂർത്തിയാകുന്നത് കൊണ്ട് തന്നെ നാളെ ഇതിൻ്റെ മറ്റ് സമാപന സമ്മേളനവുമായി ബന്ധപ്പെട്ട ആഘോഷ പരിപാടികൾ തന്നെയാകും നടക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ IFFK ആരംഭിച്ചത് മുതൽ ഇതിൻ്റെ കൃത്യമായ വിവരണങ്ങൾ, ഒപ്പം തന്നെ പ്രേക്ഷകരുടെ, ജനങ്ങളുടെ ആഘോഷങ്ങൾ ഒക്കെ ഒപ്പിയെടുത്ത് പ്രേക്ഷകർക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അവസാന കടമ്പയിലേക്ക് ഈ നാട്ടിലെ ജനങ്ങളെ ഈ IFFKയുടെ വാർത്തകൾ എത്തിക്കാനുള്ള ഒരു ശ്രമത്തിലേക്ക് തന്നെയാണ് നമ്മളിപ്പോഴും കടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ തിരക്കില്ല. 9 മണിക്കാണ് ആദ്യത്തെ ഷോ ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സിനിമ കാണാനുള്ള പ്രേക്ഷകർ തിയേറ്ററിനകത്തേക്ക്, ടാഗോർ തിയേറ്ററിനകത്തേക്ക് നിലവിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. 9 മണിയോട് എടുക്കുന്നു സമയം. എന്തായാലും ഇവിടെ ഇപ്പോൾ IFFKയുടെ ടാഗോറിലെ ഈ പ്രധാന വേദി സജീവമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാന പ്രത്യേകത. ഇത്തവണത്തെ IFFKയുടെ ഈ ടാഗോറിലെ വേദി എന്ന് പറയുന്നത് വിവിധ സ്റ്റാളുകൾ ഉൾപ്പെടെ അണിനിരത്തിയായിരുന്നു പ്രേക്ഷകരെ ആകർഷിക്കാനായി
കൃത്യമായി ഇത്തരത്തിൽ സംഘാടക സമിതി ഇതിന് നടപടികൾ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ സിനിമകൾക്ക് പുറമെ ഇവിടെ ഈ ഡിബേറ്റുകൾ, ഒപ്പം തന്നെ മറ്റ് സ്റ്റോളുകൾ, കലാ പ്രവർത്തനങ്ങൾ, ഓരോ വ്യക്തികളുടെ വൈവിധ്യങ്ങളായിരുന്ന കലാ മികവ് പുലർത്തിയ പരിപാടികൾ ഉൾപ്പെടെ സംഘടിപ്പിച്ചാണ്. ചേട്ടാ, സിനിമ കാണാൻ പോകണം? രാവിലത്തെ സിനിമ തന്നെ. അതെ, ഇന്നലെ മിനിഞ്ഞാന്നും കണ്ടു. സിനിമകളൊക്കെ നല്ല സ്റ്റാൻഡേർഡ് നിലവാരമുള്ളത് തന്നെയാണ് കാണുന്നത്. ഈ മലയാള സിനിമകൾക്കായി പ്രേക്ഷകർ കൂടുതൽ തിങ്ങി കയറുന്നു എന്നുള്ളത് അത് നാച്ചുറലാണ്. കാരണം മലയാളികളാണല്ലോ. മലയാള സിനിമ ഒന്ന് ഭാഷയുടെ പ്രശ്നമുണ്ട്, പലർക്കും ഇംഗ്ലീഷ് മനസ്സിലാകുന്നില്ല, ഇംഗ്ലീഷ് സബ്ടൈറ്റിൽസ് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അതൊക്കെ കാരണം കൊണ്ട് മലയാളം കൂടുതൽ ആസ്വദിക്കാം എന്നുള്ള നിലയ്ക്ക് വരുന്നവരുമുണ്ട്. അല്ലാതെ വേൾഡ് സിനിമകൾ ഇഷ്ടപ്പെട്ട് അത് മാത്രം കാണാൻ വരുന്നവരുമുണ്ട്. ഞാൻ വേൾഡ് സിനിമ മാത്രം. എൻ്റെ പേര് സാബു. ഞാൻ ട്രിവാൻഡ്രത്താണ്. ഒറിജിനലി ഇടുക്കിക്കാരനാണ്. സച്ചിൻ. കീർത്തി, ഇതുതന്നെയാണ് ഈ പ്രേക്ഷകർ പല രീതിയിൽ സിനിമകളെ ആസ്വദിക്കുന്ന പ്രേക്ഷകരാണ്. ഈ വിദേശ സിനിമകൾ ഈ ചലച്ചിത്രമേളകളിലാണ് കൂടുതൽ ആസ്വദിക്കാൻ കഴിയുക എന്നുള്ളത് കൊണ്ട് തന്നെ അതിനായി പ്രത്യേകമായി എത്തുന്ന ആളുകൾ, ഒപ്പം തന്നെ ഭാഷയുടെ പ്രശ്നം, ഭാഷ മനസ്സിലാക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ മലയാള സിനിമകൾക്ക് മലയാളികളിൽ നിന്നുള്ള രീതിയിൽ കൂടുതൽ ആളുകൾ ഇങ്ങോട്ട് കടന്നു വരുന്ന കാഴ്ചയും ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെ ആളുകൾ സജീവമാകാൻ പോകുന്നതിന് മുന്നോടിയായി ഈ IFFK വേദിയിലെ പല പല സ്ഥലങ്ങൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചേച്ചിമാർ. ഇവരാണ് ഈ രാവിലെ ഇത്രയും ക്ലീനായി, വൈകുന്നേരം വരെ വലിയ ജനക്കൂട്ടം എത്തുമ്പോഴും ഇത്രയും ക്ലീനായി IFFK വേദികളിലെ പല സ്ഥലങ്ങളെയും കൃത്യമായി വെക്കുന്നത് ഇവരാണ്. ഇവർക്ക് എന്തായാലും നന്ദി പറയാതെ പറ്റില്ല. കാരണം ഇവരുള്ളത് കൊണ്ടാണ് ഇത്രയും ആളുകൾ ഇങ്ങോട്ട് ഒഴുകിയെത്തിയിട്ടും പല പല പരിപാടികൾ, ഭക്ഷണങ്ങളുടെ വേസ്റ്റുകൾ ഉൾപ്പെടെ ഉണ്ടായിട്ട് പോലും അതെല്ലാം രാവിലെ ആകുമ്പോഴത്തേക്കും കൃത്യമായി ക്ലീൻ ചെയ്ത് നല്ല വെടിപ്പായി വെച്ചിരിക്കുന്നത് ഈ ചേച്ചിമാരാണ്. എന്തായാലും ഇത്തരത്തിലാണ് ആഘോഷങ്ങൾ പുരോഗമിക്കുന്നത്. അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് IFFKയുടെ ആഘോഷങ്ങൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് ഈ രീതിയിലൊക്കെയാണ് പുരോഗമിക്കുന്നത്. കീർത്തി. ശരി, വിജയനാണ് കൂടുതൽ IFFKയുടെ വിശേഷങ്ങൾ നമ്മളുമായി പങ്കുവച്ചത്.